വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ ഖാദർ അലി ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന 53ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഡിസംബർ 20 പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. 20 പ്രമുഖ ടീമുകളാണ് ഇക്കുറി ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നത്. ടൂർണമെന്റിന്റെ വിജയത്തിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. ഖാദർ അലി ക്ലബ്ബ് ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ഡിസംബർ 20 മുതൽ 12 തുടങ്ങുന്നതോടെ നഗരവും നാട്ടിൻ പ്രദേശങ്ങളും ഫുട്ബോൾ ലഹരിയുടെ ആവേശത്തിലാവും. 53ാമത് ഖാദർ അലി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഡിസംബർ 20 നെഹ്റു സ്റ്റേഡിയത്തിൽ 12 തുടങ്ങുക. ആധുനിക സംവിധാനങ്ങളുടെ കാലോചിതമായ മാറ്റങ്ങളോട് കൂടി 20 പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ചാണ് ഇത്തവണ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ടൂർണമെന്റിൽ നിന്നും ലഭിക്കുന്ന മുഴുവൻ ആദായവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കും. ഈ കൊല്ലം ഖാദർ അലി ടൂർണമെന്റ് വിദേശത്ത് സംഘടിപ്പിക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ടൂർണമെന്റിന്റെ വിജയത്തിനായി വിപുലമായ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത്. ഖാദർ അലി ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിച്ച സംഘാടക സമിതി രൂപീകരണ യോഗം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണയിൽ ഒരു സ്റ്റേഡിയത്തിന്റെ അഭാവം പരിഹരിക്കാൻ ഖാദർ അലി ക്ലബ്ബ് മുൻകൈയെടുക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് AK മുസ്തഫ പറഞ്ഞു. ഫുട്ബോൾ എന്ന് പെരിന്തൽമണ്ണക്കാരൻ ഓർക്കുമ്പോൾ, ഒരു ഫുട്ബോൾ മാച്ച് എന്ന് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വളരെ പെട്ടെന്ന് ഓടി വരുന്ന ഒരു ചിത്രം നമ്മുടെ ഖാദർ അലി ക്ലബ്ബും ഖാദർ അലി ടൂർണമെന്റുമാണ്. 53 തവണ വലിയ പരാതികളില്ലാതെ ഈ ടൂർണമെന്റ് എന്നാൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഭിമാനകരമായിട്ടുള്ള സംഗതി. അതിൻ്റെ ജീവാത്മാക്കളും പരമാത്മാക്കളുമായിട്ടൊക്കെ നിൽക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. എല്ലാവരുടെയും സേവനം എണ്ണി ഇവിടെ പറഞ്ഞു. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള റോളുകൾ നിസ്തുലമായ രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോഴാണ് ആ ഒരു ടൂർണമെന്റ് അല്ലെങ്കിൽ സംഘാടന പാടവത്തിന്റെ ഒരു മികവോടുകൂടി ആ ഒരു ദൗത്യം വിജയിക്കപ്പെടുന്നത്. ക്ലബ്ബ് പ്രസിഡന്റ് മണ്ണിൽ ഹസൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ADM NM മെഹ്റലി, NP ഉണ്ണികൃഷ്ണൻ, MM മുസ്തഫ, അറിഞ്ഞിക്കൽ ആനന്ദൻ, CV സദാശിവൻ, നാലകത്ത് ബഷീർ, CP ഇക്ബാൽ, സുബ്രഹ്മണ്യൻ, മങ്കട സുരേന്ദ്രൻ, യൂസുഫ് രാമപുരം, മണ്ണേങ്ങൽ അസീസ്, CH മുസ്തഫ, CH നാസർ, ഉണ്ണീൻ പുലാക്കൽ, ഡോക്ടർ നിലാർ മുഹമ്മദ്, ജോളി ജെയിംസ്, മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ, ക്ലബ്ബ് ജനറൽ സെക്രട്ടറി പച്ചേരി ഫാറൂഖ്, സെക്രട്ടറി H മുഹമ്മദ് ഖാൻ തുടങ്ങിയവർ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. നമ്മുടെ ടൗണിൽ 3 നില കെട്ടിടം സ്വന്തമായി കഴിഞ്ഞ 40 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയത്. ഈ കാലഘട്ടത്തിലാണ് ഈ ഒരു കെട്ടിടം നിൽക്കുന്ന 15 സെന്റ് സ്ഥലത്ത് ഏകദേശം 2 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ടാണ് ഈ ഒരു നല്ല സൗകര്യത്തോടു കൂടിയുള്ള ഒരു കെട്ടിടം ഇവിടെ നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞത്. കൂടെ തന്നെ കെട്ടിടം നിർമ്മിക്കുക എന്നതിലുപരി എന്താണോ ഖാദർ അലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതിന്റെ പൂർവികരായ സ്ഥാപകര് എന്താണോ അന്ന് ലക്ഷ്യം ഇട്ടിട്ടുള്ളത്, ആ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഫുട്ബോളിന്റെ വളർച്ചയ്ക്ക് ഒട്ടനവധി പ്രവർത്തനങ്ങൾ കേരളത്തിലെ ലീഗ് ഫുട്ബോൾ തുടക്കം കുറിച്ച അന്നു മുതൽ ഇന്നു വരെയും ലീഗ് ചാമ്പ്യൻഷിപ്പിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഏക ക്ലബ്ബായിരുന്നു ഖാദർ അലി സ്പോർട്സ് ക്ലബ്ബ്. സ്വാഗത സംഘം ഭാരവാഹികളായി ET മുഹമ്മദ് ബഷീർ MP, നജീബ് കാന്തപുരം MLA എന്നിവർ രക്ഷാധികാരികളായും, ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ നഗരസഭാ അധ്യക്ഷൻ P ഷാജി, ജനറൽ കൺവീനർ പച്ചേരി ഫാറൂഖ്, ട്രഷറർ മണ്ണിൽ ഹസൻ, വർക്കിംഗ് പ്രസിഡന്റ് CH മുസ്തഫ എന്നിവരടങ്ങുന്ന 201 അംഗ സംഘാടക സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.